യോ വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും ആനിമേ ബ്ലാൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബോറുട്ടോ ടു ബ്ലൂ വോർട്ടെക്സ് മാംഗയുടെ ചാപ്റ്റർ 3 ആണ്. എന്നാൽ അതിനു മുൻപ് നിങ്ങൾ ഇതിനു മുന്നേ ഉള്ള ചാപ്റ്റേഴ്സ് കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്നും കണ്ടിട്ട് വരേണ്ടതാണ്. അതുപോലെ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇനി ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. സോ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനം ബോറുട്ടോ ടെന്റെയിൽസിനെ പറ്റി വാൺ ചെയ്തിരിക്കും കോഡിനോട്. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കോഡ് ഞാൻ ടെന്റെയിൽസിനെ യൂസ് ചെയ്ത് ഈ ലോകത്തെ മുഴുവനായി നശിപ്പിക്കുമെന്ന് പറഞ്ഞു നിൽക്കും. ആൻഡ് അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ബോറുട്ടോ എന്നെ ഇപ്പോൾ മര്യാദയ്ക്ക് ടെന്റെയിൽസ് ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ ജീവനോട് ഇട്ടേക്കാന്ന് കോഡിനോട് പറയും. അതിന് കോഡ് 2 വർഷത്തിന് മുമ്പ് നീ എന്നെ കണ്ട് ഭയന്നോടിയവനാണ് ആൻഡ് അങ്ങനെയുള്ള നീ വന്ന് ഇപ്പോൾ എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുവാണോന്ന് ബൊറൂട്ടോട് പറയും. ആൻഡ് അപ്പോൾ ഇങ്ങനെതെല്ലാം കേട്ട ബൊറൂട്ടോ ഇവനോട് ഇനിയും കൂടുതലായിട്ട് സംസാരിച്ചിട്ടൊരു കാര്യമില്ലെന്ന് മനസ്സിലാക്കി തന്റെ പുതിയ പവറായ റാസെൻഗൻ ഉസുഹിക്കോ യൂസ് ചെയ്യാൻ പോകുന്നവരെ കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ചാപ്റ്റർ അവസാനിപ്പിച്ചിരുന്നത്. ദെൻ അങ്ങനെ ഈ ഒരു സീനിൽ നിന്നാണ് തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ആകുന്നത്. അതായത് ഇവിടെ കോഡ് ബൊറൂട്ടോയുടെ റാസെൻഗൻ ഉസുഹിക്കോയെ കൊണ്ട് ഷോക്ക് ആവുകയും നമ്മുടെ ബൊറൂട്ടോ വന്ന് റാസെൻഗൻ ഉസുഹിക്കോയെ ക്രിയേറ്റ് ചെയ്യേ സാധാരണ റാസെൻഗനെ പോലെ അല്ലാതെ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വന്ന് ബൊറൂട്ടോയുടെ ബോഡിക്ക് ചുറ്റും ഒരു ചക്ര വേവ്സ് എന്തൊക്കെയോ ക്രിയേറ്റ് ആവുകയാണ്. ആൻഡ് ഇങ്ങനെ ഇവിടെ ബൊറൂട്ടോ തന്റെ റാസെൻഗൻ ഉസുഹിക്കോയെ ഫുള്ളി അനലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കോഡിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടെ ബൊറൂട്ടോയുടെ റാസെൻഗൻ ഉസുഹിക്കോയെ കണ്ട കോഡ് എന്താണെന്ന് അമ്പരന്ന് പോയ അവന്റെ മനസ്സിനുള്ളിൽ ഇതാണോ വാനിഷിംഗ് റാസെൻഗൻ, ഇവനെതിനെ യൂസ് ചെയ്യാൻ അറിയാമോ? വാനിഷിംഗ് റാസെൻഗൻ എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ആൻഡ് ഇതിനെ സർപ്രൈസ് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ ഇതിനെ യൂസ് ചെയ്യുന്നത് തന്നെ വേസ്റ്റ് ആണ്. ബട്ട് ഇവിടെ ഇവൻ ഇങ്ങനെ ഓപ്പൺലി യൂസ് ചെയ്യുന്നത് കണ്ടാൽ വാനിഷിംഗ് റാസെൻഗനെ പോലെ തോന്നുന്നില്ല, പകരം വേറെ ഏതൊരു ടെക്നിക്കാണെന്ന് കോഡ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അന്നേരം നമ്മുടെ ബൊറൂട്ടോ അവന്റെ പക്കലേക്ക് വരുന്നത് കാണുകയും സ്ട്രൈറ്റ് ആയിട്ട് ബൊറൂട്ടോ അറ്റാക്ക് ചെയ്യുന്നത് പോലെ പോയി അവന്റെ ക്ലോ മാർക്സിനെ ബൊറൂട്ടോയുടെ പിന്നിലിട്ട് അതിലൂടെ ടെലിപ്പോർട്ട് ചെയ്ത് വന്നുകൊണ്ട് ബൊറൂട്ടോ സർപ്രൈസ് ആയി പുറകെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ഇത് ശ്രദ്ധിച്ച ബൊറൂട്ടോ പെട്ടെന്ന് പുറകെ വന്ന കോഡിനെ അവന്റെ റാസെൻഗൻ ഉസുഹിക്കോയെ യൂസ് ചെയ്തുകൊണ്ട് ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കും. ബട്ട് കോഡ് വന്നാണെങ്കിൽ അവന്റെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് ബൊറൂട്ടോയെ റാസെൻഗൻ ഉസുഹിക്കോയെ യൂസ് ചെയ്യുന്നതിൽ നിന്ന് തടയുകയും തന്റെ റൈറ്റ് ഹാൻഡിനെ യൂസ് ചെയ്ത് ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ പോകുകയും നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ സ്വാഡിനെ എടുത്ത് കോഡിന്റെ ആ ഒരു അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ അന്നേരം ഇങ്ങനെ കോഡിന്റെ അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്ത് ബൊറൂട്ടോയെ കോഡ് നോക്കി ചോദിക്കും, എന്താ ബൊറൂട്ടോ നിനക്ക് ഈ ജുട്സുനെ അത്രയധികം വിശ്വാസമാണെന്ന് തോന്നുന്നു, പക്ഷെ നിനക്ക് ഈ ജുട്സുനെ എന്റെ മേലെ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വിഷമമാണോ എന്ന് ചോദിക്കും. ആൻഡ് അപ്പോൾ അതിന് ബൊറൂട്ടോ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ്, എനിക്ക് നിന്നെ കൊല്ലുക എന്നത് എളുപ്പമായ കാര്യമാണ്. ഇൻഫാക്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഓൾറെഡി തന്നെ ഞാൻ നിന്നെ കൊല്ലുന്നത് പകുതി ദൂരം എത്തിയിരിക്കുന്നു എന്ന് പറയേ. ഇത് കേട്ട കോഡ് അങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ട് നീ എന്താണ് പറയാൻ വരുന്നത് ചോദിക്കേ. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കോഡ് വന്ന് ബൊറൂട്ടോയെ തന്റെ റാസെൻഗൻ ഉസുഹിക്കോ യൂസ് ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞിരുന്നല്ലോ. ആൻഡ് അപ്പോൾ അവിടെ വന്ന് അങ്ങനെ ബൊറൂട്ടോയുടെ കൈയെ തടഞ്ഞു പിടിച്ചതും ബൊറൂട്ടോയുടെ കയ്യിൽ ചുറ്റിക്കൊണ്ടിരുന്ന ആ ഒരു ചക്ര വേവ്സ് വന്ന് കോഡിന്റെ കയ്യിലേക്ക് ചുറ്റാൻ തുടങ്ങും. സോ അങ്ങനെ ഇത് കണ്ട കോഡിന് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ നോക്കും. ഇവിടെ കോഡ് വന്ന് തന്റെ കൈ നോക്കി ചിന്തിക്കും, എന്താണ് തന്റെ കയ്യെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ ചക്ര വേവ്സ് വന്ന് എന്റെ ബോഡിക്ക് ഒരു ആപത്തും കൊണ്ടുവരുന്നില്ല എന്ന് ചിന്തിക്കും. എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച കോഡ് ഈ ചക്ര വേവ്സ് വന്ന് എന്റെ കയ്യിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് വലിയ ആപത്തായിട്ടൊന്നും തോന്നില്ലാന്ന് ബൊറൂട്ടോ നോക്കി പറയേ. നമ്മുടെ ബൊറൂട്ടോ ഒന്ന് കോഡിനോട് ഞാൻ നിന്നോട് അവസാനമായി ഒരു പ്രാവശ്യം കൂടി പറയാം, ഇപ്പോഴും നീ എന്നെ ടെന്റെയിൽസ് ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ വെച്ച് കൊല്ലുമ്പോഴാന്ന് പറഞ്ഞ് കോഡിന് വാണിംഗ് നൽകി. അത് കേട്ട കോഡ് വന്ന്, ഹേ ബൊറൂട്ടോ, നീ പറയുന്നതെല്ലാം കേട്ടിട്ട് എനിക്ക് ചിരി മാത്രമേ വരുന്നുള്ളൂ, എന്താണ് നീ പറഞ്ഞത്, നീ എന്നെ കൊല്ലുമെന്നോ? ശരി, അങ്ങനെയാണെങ്കിൽ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ കോഡ് അതിവേഗത്തിൽ നമ്മുടെ ബൊറൂട്ടോ അറ്റാക്ക് ചെയ്യാൻ വരും. പക്ഷെ നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ കോഡിന്റെ അറ്റാക്കിൽ നിന്നും വളരെയധികം വേഗത്തിൽ ജോഡ്ജ് ചെയ്യുകയും ഇത് കണ്ട കോഡ് എങ്ങനെയാണ് ഇവൻ ഇത്ര വേഗത്തിൽ ഇവിടുന്ന് നീങ്ങിയെന്ന് ചിന്തിച്ച് ബൊറൂട്ടോയെ നോക്കും. സോ ഇവിടെ നിന്ന് നമ്മുടെ ബൊറൂട്ടോയെ നോക്കിക്കഴിഞ്ഞാൽ അവനാണെങ്കിൽ അറ്റാക്കിൽ നിന്നും ഒരു ഇഞ്ച് പോലും നീങ്ങിയതേ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ആക്ച്വലി നമ്മുടെ ബൊറൂട്ടോ കോഡിന്റെ അറ്റാക്കിനെ ഡോഡ് ചെയ്തിരിക്കും. ആൻഡ് അങ്ങനെ ഇതൊക്കെ കണ്ട കോഡ് ബൊറൂട്ടോയുടെ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ വരികയും നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ വീണ്ടും കോഡിന്റെ അറ്റാക്കിൽ നിന്നും ഈസിയത്തിന് എസ്കേപ്പ് ചെയ്യുകയും ചെയ്യും. ആൻഡ് അന്നേരം ഇതെല്ലാം കണ്ട കോഡിന് എങ്ങനെയാണ് ഇവൻ എന്റെ അറ്റാക്സിനൊക്കെ ഡോഡ് ചെയ്യുന്നത്, ഇവന്റെ മൂവ്മെന്റ്സിനെ കണ്ടിട്ട് ഇത് സാധാരണ ഡോഡ്ജിനെ പോലെ തോന്നുന്നില്ല, ഇതിനെ കണ്ടിട്ട് ഗെൻജുട്സുവോ ക്ലോണിംഗ് ജുട്സുവിനെ പോലെ തോന്നുന്നില്ല, പക്ഷെ ഇവൻ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ എസ്കേപ്പ് ആവുന്നതെന്ന് കോഡ് ചിന്തിച്ചുകൊണ്ടിരിക്കെ ഇവിടെ നമ്മുടെ ബൊറൂട്ടോ സഡൻലി കോഡിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയും പിന്നിലേക്ക് ബൊറൂട്ടോയെ നോക്കാൻ പോയ കോഡ് ആരാണ് ഇതിപ്പോൾ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതെന്ന് ചിന്തിച്ച് പയ്യെ മുന്നോട്ട് തിരിഞ്ഞ് നോക്കി നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ വളരെയധികം ഫോഴ്സോടെ കോഡിന്റെ വയറ്റിൽ തന്നെ ഒരു കുത്തു കൊടുക്കും. എന്നിട്ട് അതിനോടൊപ്പം തന്നെ അവന്റെ റാസെൻഗൻ ഉസുഹിക്കോ യൂസ് ചെയ്ത് ഫുൾ ഫോഴ്സോടെ കോഡിന്റെ ബോഡിയിലേക്ക് ലോഞ്ച് ചെയ്യും. ആൻഡ് ഇങ്ങനെ റാസെൻഗൻ ഉസുഹിക്കോടെ ഫുൾ ഫോഴ്സ് കോഡിന്റെ ബോഡിയിലേക്ക് ഇറങ്ങുകയും കോഡാണെങ്കിൽ എയറിൽ പറന്നുപോയി ദൂരെ ചെന്ന് വീഴും. അന്നേരം വന്ന് ഈ ഒരു സീൻ കിട്ടിയതുകൊണ്ട് എയ്ഡ് ആൻഡ് ഇടയുമാണ് കാണിക്കുവാണ്. എയ്ഡ് വന്ന് ഇവിടെ തന്റെ സെൻട്രിയാണ് യൂസ് ചെയ്തുകൊണ്ട് ബൊറൂട്ടോ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കി കാണുവാണ്. ആൻഡ് ഇങ്ങനെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന എയ്ഡ് ബൊറൂട്ടോയുടെ റാസെൻഗൻ ഉസുഹിക്കോയെ കാണുകയും ഇതും റെഗുലർ ആയിട്ടുള്ള റാസെൻഗനും തമ്മിൽ എന്താണ് ഇത്ര ഡിഫറന്റ് ആയിട്ടുള്ളത്, ഇതൊരു ബേസിക് ആയിട്ടുള്ള ജുട്സു ആണല്ലോ എന്ന് എയ്ഡ് സംസാരിച്ചുകൊണ്ടിരിക്കെ അത് കേട്ട ഡെയ്മോൺ, ഹോ ഇപ്പോൾ ഈ ഭൂമി കുലുങ്ങാനുള്ള കാരണം ബൊറൂട്ടോ ആയിരുന്നു അല്ലേ, അവന്റെ ഈ അറ്റാക്ക് വന്ന് പ്ലാനറ്ററി സ്പിന്നിനെ ബേസ് ചെയ്താണല്ലേ എന്ന് പറയേ. അന്നേരം ഇത് അവിടുന്ന് കേട്ടോണ്ടിരുന്ന എവിടെയാണെങ്കിൽ പ്ലാനറ്ററി സ്പിൻ ഒന്ന് ഷോക്കായി ചോദിക്കേ. ഈ ഒരു സീനെ കിട്ടിയതുകൊണ്ട് വീണ്ടും കോഡ് ആൻഡ് ബൊറൂട്ടോ ഫൈറ്റിലേക്ക് വരുവാണ്. ഇവിടെ കോഡ് ആണെങ്കിൽ ബൊറൂട്ടോയുടെ റാസെൻഗൻ ഉസുഹിക്കോ ഏറ്റുവാങ്ങി നേരെ പോലും നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. എന്റെ അപ്പോൾ ഇത് കണ്ട ബൊറൂട്ടോ, ഹോ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല, ഞാൻ നിനക്ക് തന്ന അറ്റാക്കിൽ ആരായാലും നേരം എണ്ണീക്കാൻ പറ്റാതെ കീഴതിനെ കടന്നിരിക്കും, എന്നാൽ ഇപ്പോഴും നീ നിൽക്കുവാണല്ലോ എന്ന് പറയും. എന്നിട്ട് അതിനുശേഷം വന്ന് ഇപ്പോൾ കോഡിന്റെ പോയിന്റ് ഓഫ് വ്യൂ കാണിക്കുവാണ്. അതായത് ഇവിടെ കോഡ് നമ്മുടെ ബൊറൂട്ടോയെ നോക്കുമ്പോൾ ഈ മുഴുവൻ ഭൂമിയും ചുറ്റുന്നത് പോലെയായിട്ടാണ് അവന് തോന്നുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കോഡിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ചുറ്റിക്കറങ്ങിയതിനു ശേഷം ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണോ മുഴുവൻ സ്ഥലവും ചുറ്റിക്കറങ്ങുന്നത് പോലെ കാണുന്നത്, അതുപോലെയാണ് ഇപ്പോൾ കോഡിന് ഇവിടെ അനുഭവപ്പെടുന്നത്. സോ ഇവിടെ ഒന്നും ഈ ഒരു സിറ്റുവേഷനിൽ കോഡിന് എന്താണ് സംഭവിക്കുന്നത് ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കോഡ് ഇവിടെ ചിന്തിക്കും, എന്താണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് എനിക്ക് മുഴുവൻ സ്ഥലവും ചുറ്റുന്നത് പോലെയായിട്ട് തോന്നുന്നതെന്ന് ചിന്തിക്കും. എന്നിട്ട് അങ്ങനെ കോഡ് നേരെ ചൊവ്വെ നിൽക്കാൻ പറ്റാതെ വന്നുകൊണ്ട് താഴേക്ക് അങ്ങനെ വീഴുവാണ്. എന്റെ അപ്പോൾ ഇത് കണ്ട ബൊറൂട്ടോ മേലെ അങ്ങനെ കോഡിന്റെ വക്കിലേക്ക് വരികയും ഇത് കണ്ട കോഡ് ബൊറൂട്ടോയോട്, ഹേ ബൊറൂട്ടോ നാശം പിടിച്ചവനെ, എന്താണ് എനിക്കിട്ട് ചെയ്തത്, എന്തിനാണ് എനിക്കിപ്പോൾ ഇങ്ങനെ സ്ഥലം ചുറ്റുന്നതെന്ന് ചോദിക്കേ. അതിന് വന്ന് നമ്മുടെ ബൊറൂട്ടോ, നിന്റെ അവസ്ഥ കണ്ട് ഞാനിപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്, നീ കുറച്ചു മുമ്പ് ഈ പ്ലാനറ്റിനെ തന്നെ
ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചില്ലേ? ആൻഡ് ഇപ്പോൾ ആ പ്ലാനറ്റ് തന്നെ നിനക്ക് തന്ന പണിയാണെന്ന് പറയേ. അത് കേട്ട കോഡ് എന്ത് ഈ പ്ലാനറ്റ് എനിക്കിട്ട് തന്ന പണിയൊന്ന് ബറൂട്ടോയോട് ചോദിക്കും. ആൻഡ് അതിന് ബറൂട്ടോ ഈ റാസെങ്കൻ ഉസുയിക്കോടെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. അതായത് ഈ ഒരു വേരിയന്റ് ഓഫ് റാസെങ്കൻ പ്ലാനറ്റിന്റെ ചക്രയെ അതിന്റെ റൊട്ടേഷനെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. സോ അതുകൊണ്ടാണ് ഈ റാസെങ്കൻ ഉസുയിക്കോ ഞാൻ പേര് കൊടുത്തത്. നിന്റെ ഈ ബോഡിയിലേക്ക് വിട്ട് ഈ റാസെങ്കൻ സാധാ ജുട്സുവിനെ പോലെ കുറച്ചു നേരം കഴിഞ്ഞാലൊന്നും സ്റ്റോപ്പ് ആകില്ല. എങ്ങനെയാണോ ഈ പ്ലാനറ്റ് ചുറ്റുന്നത് നിൽക്കാതിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നിനക്ക് ഈ തല ചുറ്റുന്നത് വന്ന് നിൽക്കില്ല എന്ന് പറയും. എന്നിട്ട് ബറൂട്ടോ നിന്റെ ഈ തല ചുറ്റിൽ വന്ന് സെമി പെർമനന്റ് നിന്റെ ബോഡിയെ പയ്യെ ഡാമേജ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ സെമി പെർമനന്റ് എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നീ വന്ന് ഈ പ്ലാനറ്റ് ചുറ്റുന്നത് നിൽക്കുന്നതിന് മുന്നേ തന്നെ മരിച്ചു പോകുമെന്ന് പറയും. സോ അപ്പോൾ ഇത് കേട്ട കോഡ് അങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ട് ബറൂട്ടോ നാശം പിടിച്ചവനെന്ന് പറഞ്ഞ് അവിടുന്ന് എണ്ണിക്കാൻ ശ്രമിക്കേ കോഡാണെങ്കിൽ വീണ്ടും തല ചുറ്റി താഴെ വീഴും. ഇവിടെ നമ്മുടെ കോഡിന് വന്നപ്പോൾ നേരെ ചൊവ്വെ എണ്ണിട്ട് നിൽക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് ബറൂട്ടോ ഇങ്ങനെ തല ചുറ്റിയിരിക്കുന്ന കോഡിന്റെ പക്കലേക്ക് വരിക. കോഡ് ഞാൻ പറയുന്ന കേക്ക്, ഈ റാസെങ്കൻ ഉസുയിക്കോയുടെ പവേഴ്സിനെ എനിക്ക് മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കൂ. ഇത് നിനക്ക് ഇങ്ങനെ നിൽക്കണമെങ്കിൽ നീ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നീ എന്നെ ടെൻഡീൽസിന്റെ പക്കലേക്ക് കൊണ്ടുപോയാൽ മതി. എന്നാൽ അതല്ലാതെ നീ എന്നെ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞ് ഇനിയും വാശി പിടിക്കുവാണെങ്കിൽ ഞാൻ ഈ റാസെങ്കൻ ഉസുയിക്കോയുടെ പവേഴ്സിനെ വെച്ചുകൊണ്ട് നിന്നെ പയ്യെ വേദന എന്താണെന്ന് അറിയിപ്പിച്ച് കൊല്ലുമെന്ന് പറയും. എന്നിട്ട് ബറൂട്ടോ പറയും നീ ഒരു വിഡ്ഢിയാണെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ നല്ലൊരു തീരുമാനം തന്നെ എടുക്കുമായിരിക്കുമെന്ന്. കോഡിനെ നോക്കി പറയേ. ഇത് കേട്ട് നമ്മുടെ കോഡിന് ഭയം കാരണം ശരീരം മുഴുവൻ വിയർക്കാൻ തുടങ്ങുവാണ്. ആൻഡ് അന്നേരം അവിടെ അപ്പോൾ കോഡിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ബറൂട്ടോ സഡനായ ഒരു കാര്യം നോട്ടീസ് ചെയ്യുകയും അന്നേരം അവിടെ നോക്കിയാൽ കവാക്കി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വളരെയധികം വേഗത്തിൽ വന്നുകൊണ്ട് ബറൂട്ടോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ ബറൂട്ടോ ആണെങ്കിൽ അതിൽ നിന്നും ഈസിലി തന്നെ എസ്കേപ്പ് ആയിരിക്കും. ആൻഡ് ഇവിടെ ഇപ്പോൾ നോക്കിയാൽ വന്ന് കവാക്കി ബറൂട്ടോയ്ക്ക് കൊടുത്ത അറ്റാക്കിൽ നിന്നും കോഡ് ജസ്റ്റ് മിസ്സായാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കോഡിന്റെ ഈ ഒരു അവസ്ഥയിൽ വന്ന് കവാക്കിയുടെ ആ ഒരു അറ്റാക്ക് അവന്റെ മേലെ കൊണ്ടിരുന്നെങ്കിൽ കോഡിന്റെ കഥ ഇവിടെ തന്നെ അവസാനിച്ചിരുന്നേനെ. സോ ഇവിടെ വന്ന് കവാക്കി മാത്രമല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, കവാക്കിയോടൊപ്പം തന്നെ ചോച്ചോ, ഇനോജിനും, ഷിക്കാഡായി ഹിമാവാരിയും വന്നിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ ഇവിടെ വന്ന ഹിമാവാരി ബറൂട്ടോയെ കണ്ടത് ബറൂട്ടോ എന്ന് വിളിക്കേ അത്രയും നേരം മാസായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരുന്ന ബറൂട്ടോ ഹിമാവാരി നോക്കി സ്പ്ലിറ്റ് സെക്കൻഡ്സിന് മാത്രം ഒരു സോഫ്റ്റ് ടോണിൽ മാറുന്ന പോലെ കാണിച്ചിരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് കവാക്കിയെ കാണിക്കും. ഇവിടെ കവാക്കി ആണെങ്കിൽ തന്റെ മുന്നേ ഇരിക്കുന്ന കോഡിനെ നോക്കുകയും അവനാണെങ്കിൽ വന്നങ്ങനെ പാതി മയക്കത്തിൽ അവിടെ കിടക്കുവാണ്. ആൻഡ് അന്നേരം വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷിക്കാഡായി ആണെങ്കിൽ ബറൂട്ടോയെ നോക്കി ചോദിക്കും നീ എന്തിനാണ് ഇപ്പോൾ കൊനഹയിലേക്ക് വന്നിരിക്കുന്നത്, നീ കോഡുമായിട്ട് എന്താണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കും. ആൻഡ് അതിനൊന്ന് ബറൂട്ടോ ഞാൻ ഇവരുമായിട്ടൊരു ഡീൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ ഇതിൽ തലയിടാൻ വരില്ലെന്ന് ഷിക്കാഡായി നോക്കി പറയും. സോ ഇതേ സമയം ഇവരെല്ലാരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെ കോഡാണെങ്കിൽ അവന്റെ ക്ലോ മാർക്സിനെ യൂസ് ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പോൾ അത് നോട്ടീസ് ചെയ്ത കവാക്കി സഡനായി അവന്റെ ആ ക്ലോ മാർക്സിനെ എല്ലാം ഷ്രിങ്ക് ചെയ്ത് കളയും. ആൻഡ് ഇതെല്ലാം നമ്മുടെ ബറൂട്ടോ ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് ഈ ഒരു സീനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഷിക്കമാരുവിനെ കാണിക്കുവാണ്. ഷിക്കമാരു ആണെങ്കിൽ ഇവിടെ വന്ന് മൈൻഡ് ട്രാൻസ്മിഷൻ ടെക്നിക്കിനെ ഉപയോഗിച്ചുകൊണ്ട് കവാക്കിയോട് ചോദിക്കും കവാക്കി ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. ആൻഡ് അതിനൊന്ന് കവാക്കി പറയും ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല, എന്നാൽ കോഡൊന്നും ചക്രയേ ഇല്ലാതെ വളരെയധികം ഡ്രെയിൻ ആയി കിടക്കുവാണ്. ആൻഡ് അത് മാത്രമല്ലാതെ ഇവന്റെ എല്ലാ ക്ലോ മാർക്സിനെയും ഞാൻ ഇപ്പോൾ ഷ്രിങ്ക് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരു ചാൻസും ഇല്ല, എനിക്ക് വേണമെങ്കിൽ ഇവനെ ഇപ്പോൾ കൊല്ലാൻ സാധിക്കുമെന്നും പറയും. ഇത് കേട്ട നമ്മുടെ ഷിക്കമാരു ഇത് നമുക്ക് ലഭിച്ച ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, നീ ഇപ്പോൾ തന്നെ അവനെ കൊന്നു കളഞ്ഞേക്കുന്നു കവാക്കിയോട് പറയും. പക്ഷേ ഇവിടെ നമ്മുടെ ബറൂട്ടോ വന്ന് കവാക്കിയോട് പറയും നീ കോഡിന്റെ പക്കൽ നിന്ന് മാറി നിൽക്കുക, അവനെ നീ കൊച്ചായി കാണല്ലേ എന്ന് പറയും. ആൻഡ് ഇത് കേട്ട കവാക്കി നീ എനിക്ക് ഓർഡർ തരാൻ ആരാണെന്ന് ചോദിച്ച് നീ വില്ലേജിലേക്ക് വന്നത് തന്നെ തെറ്റാണ്, ഫസ്റ്റ് ഞാൻ ഇവനെ കൊന്നതിന് ശേഷം അടുത്ത് ഞാൻ നിന്നെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് പറയും. സോ ഇങ്ങനെ ഇവിടെ വന്ന് കവാക്കിയും ബറൂട്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കോഡാണെങ്കിൽ ഇതാണ് അവസരമെന്ന് മനസ്സിലാക്കി അവന്റെ നെറ്റിയിലുണ്ടായിരുന്ന ക്ലോ മാർക്സിനെ യൂസ് ചെയ്ത് ഒരു ക്ലോഗ്രിമിനെ വെളിയിലേക്ക് കൊണ്ടുവരും. ആൻഡ് അപ്പോൾ ഇത് നോട്ടീസ് ചെയ്ത കവാക്കി ഉടനെ തന്നെ ആ ക്ലോഗ്രിമിനെ കുത്തിക്കൊല്ലേ ആ ക്ലോഗ്രിമിന്റെ ബോഡിയിലുണ്ടായിരുന്ന ക്ലോ മാർക്കിലൂടെ കോഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. സോ അന്നേരം ഇത് കേട്ട കവാക്കി അങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ട് കോഡ് നശിച്ചു പോയവനെ എന്ന് പറയേ. ഇത് കേട്ട ഷിക്കമാരു മൈൻഡ് ട്രാൻസ്മിഷൻ ടെക്നിക്കിനെ ഉപയോഗിച്ചു അവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിക്കേ. അതിന് ഷിക്കഡായി പറയും കോഡ് വന്ന് അവന്റെ വൺ ഓഫ് ദ ക്ലോഗ്രിമിനെ യൂസ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയെന്ന്. ആൻഡ് ഇത് കേട്ടതും ഷിക്കമാരു നശിച്ചു പോയവൻ ഇത്രയെല്ലാം ചെയ്തു കൂട്ടിയതിനു ശേഷം ഇപ്പോൾ അവൻ ഓടിപ്പോയിരിക്കുകയാണ്, എല്ലാവരും ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം, കോഡ് ഇപ്പോഴാണ് ഈ ലീഫ് വില്ലേജിൽ നിന്നും എസ്കേപ്പ് ആയി പോയിരിക്കുന്നത്, പക്ഷേ അതിനർത്ഥം അവൻ തിരികെ വരാൻ ചാൻസ് ഇല്ല എന്നല്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വില്ലേജിലുള്ള എല്ലാ ക്ലോഗ്രിംസിനെയും നമ്മളെ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്നുവോ അത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണമെന്ന് ഷിക്കമാരു പറയും. അന്നേരം നമ്മുടെ കവാക്കി ഷിക്കാഡായോട് പറയും നിങ്ങൾ വന്ന ക്ലോഗ്രിംസിന്റെ കാര്യമെല്ലാം നോക്കിക്കോളൂ, എന്നാൽ എനിക്ക് ഇവിടെ വന്ന് വേറൊരു ജോലി ഉണ്ടെന്ന് പറയേ. ഇത് കേട്ട് ഹിമാവരി ഷോക്ക് ആയിക്കൊണ്ട് ബിഗ് ബ്രോ എന്ന് കവാക്കി നോക്കി വിളിക്കേ. അന്നേരം വന്ന് കവാക്കി ആൻഡ് ബറൂട്ടോ രണ്ടുപേരെയും കാണിക്കുവാണ്. ഇവിടെ വന്ന് കവാക്കിയും ബറൂട്ടോയും രണ്ടുപേരും തുറച്ചു നോക്കി നിൽക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് ഈ ഒരു സീനെ കട്ട് ചെയ്ത് അടുത്ത സാറുടെ കാണിക്കുവാണ്. ഇവിടെ സാറുടെ വന്നാണെങ്കിൽ നേരത്തെ ക്ലോഗ്രിമിന്റെ കടിയേറ്റ് റീക്കുകൾ ട്രാപ്പ് ചെയ്യപ്പെട്ട ആ ഒരു ഷിനോബി വന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ ഇവിടെ ചെക്ക് ചെയ്തതിനു ശേഷം പറയും ഇദ്ദേഹം കംപ്ലീറ്റ്ലി ഒരു മരമായി മാറിയിരിക്കുകയാണ്, ഒരു ടെൻറ്റേൽസ് എന്നത് വന്ന് ഡിവൈൻ ട്രീ ആയി മാറണമെങ്കിൽ ആ ടെൻറ്റേൽസ് വന്ന് ഏതെങ്കിലും ഒരു ഓട്സുക്കിയെ കഴിക്കണം, ആൻഡ് എന്നാൽ മാത്രമേ അതിന് ഡിവൈൻ ട്രീ ആയി മാറാൻ സാധിക്കുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ടെൻറ്റേൽസ് എന്നത് വന്ന് ഏതെങ്കിലും ഒരു ലിവിംഗ് ബീങ്ങിനെ കഴിച്ചു കഴിഞ്ഞാൽ മരമായി മാറുവാണല്ലോ എന്ന് നമ്മുടെ സാറിന്റെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അന്നേരം അവിടെ വന്ന് കീഴിരിക്കുന്ന വേറൊരു ഷിനോബി സാറടാ നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കിയാൽ ഈ ക്ലോഗ്രീം എന്നത് വന്ന് ഓട്സുക്കിയെ കഴിച്ച് മരമാകുന്നതിന് പകരം ഹ്യൂമൻ ബീങ്സിനെ കഴിച്ച് മരമാകുന്നത് കൊണ്ട് പ്രോബ്ലി ഇതൊരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗോഡ് ട്രീ ആണെന്ന് സാറുടെ നോക്കി ചോദിക്കും. ആൻഡ് അതിനൊന്നും സാറടാ എനിക്ക് ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് ഒരു കാര്യം മാത്രം കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കും, ഇദ്ദേഹം ഒരു മരമായി മാറിയാൽ പോലും ഇപ്പോഴും ഇദ്ദേഹം മരിക്കാതെ ജീവനോടെ തന്നെയാണ് ഉള്ളതെന്ന് പറയേ. ഈ ഒരു സീനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ബറൂട്ടോയും കവാക്കിയും കാണിക്കുവാണ്. ഇവിടെ കവാക്കി വന്ന് ബറൂട്ടോയെ നോക്കി പറയും നമ്മൾ രണ്ടുപേരും നേർന്ന് സംസാരിച്ച് 3 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്, നിന്നെ കണ്ടിട്ട് വളരെയധികം മാറിപ്പോയവർ തോന്നുന്നു, നിന്റെ ഔട്ട്ഫിറ്റ് എല്ലാം കണ്ടിട്ട് നീ ആ ഉച്ചയുടെ അഡോപ്റ്റഡ് സൺ ആയോ എന്ന് ചോദിക്കും. ആൻഡ് അതിനൊന്ന് ബറൂട്ടോ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇതുവരെയായിട്ടും നിന്റെ വായാടിത്തരത്തിന് ഒരു കുറവില്ല കവാക്കി, നീ ഇപ്പോഴും അങ്ങനെ തന്നെയാണുള്ളതെന്ന് പറയും. പക്ഷേ എന്നിരുന്നാലും ഹിമാവാരി നിന്റെ കൂടെ നല്ലപോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കതിൽ സന്തോഷമുണ്ടെന്ന് ബറൂട്ടോ കവാക്കിയെ നോക്കി പറയും. ഇവിടെ കവാക്കി വന്ന് ബറൂട്ടോട് ചോദിക്കും നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, നീ വല്ല നിന്റെ ജീവൻ നിന്റെ ഹോം വില്ലേജിൽ വെച്ച് തന്നെ അവസാനിക്കണമെന്ന്
ചെയ്യണമെന്നാണ് ചൂസ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാനതിപ്പോൾ ഇവിടെ വെച്ച് തന്നെ നിറവേറ്റി തരാന്ന് പറയും. ആൻഡ് അതിനൊന്ന് ബ്രൂട്ടോ എന്റെ സ്വന്തം വില്ലേജിൽ വെച്ച് തന്നെ മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതൊന്നും നടക്കില്ല. അതുകൊണ്ട് നീ ഇപ്പോൾ എന്റെ വഴിയിലേക്ക് വരല്ലേ കവാക്കി എന്ന് പറയും. കവാക്കി വന്നതിന് നീ ശരിക്കും ചിന്തിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ബ്രൂട്ടോ. ശരിക്കും ഇപ്പോൾ ഞങ്ങളുടെ വഴിയിൽ വരുന്ന ഒരേ ഒരാൾ നീയാണ് ബ്രൂട്ടോ എന്ന് പറയേ. അന്നേരം നോക്കിയാൽ അവിടെ നമ്മുടെ ബ്രൂട്ടോയുടെ കഴുത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കും. സോ അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രൂട്ടോയുടെ കോളറിനുള്ളിൽ ഒരു ചെറിയ ടോഡ് വന്ന് പതുങ്ങിയിരിക്കുവാണ്. ആൻഡ് ഈ ടോഡ് വന്ന് ബ്രൂട്ടോയ്ക്ക് ഇവിടെ കോഡിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ നൽകുവാണ്. ഇവിടെ ഈ ടോഡ് എന്ന് പറയും ഇൻഫിൽട്രേഷൻ പ്രോസസ് വന്ന് സക്സസ്ഫുള്ളി അക്കംപ്ലിഷ് ചെയ്തിരിക്കുകയാണ് ബ്രൂട്ടോ. കോഡ് വന്നിപ്പോൾ അവന്റെ ബേസിലെത്തിയിരിക്കുകയാണെന്ന് പറയേ. അത് കേട്ടത് നമ്മുടെ ബ്രൂട്ടോ ആ ടോഡിനോട് ചോദിക്കും ടെൻറ്റെയിൽസിനെ പറ്റി വല്ലോ ഇൻഫോർമേഷൻ ലഭിച്ചു എന്ന്. ആൻഡ് അതിനാ ടോഡ് വന്ന് നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും ബ്രൂട്ടോ, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയും. സോ അന്നേരം വന്ന് ഈ ഒരു സീൻ കട്ട് ചെയ്തുകൊണ്ട് കോഡിനെ കാണിക്കുവാണ്. ഇവിടെ തിരികെ തന്റെ ബേസിലേക്ക് എത്തിയ കോഡ് വളരെയധികം ടെൻഷൻ ആയിക്കൊണ്ട് ബ്രൂട്ടോയെ വഴക്ക് പറഞ്ഞ് മുന്നിലേക്ക് നടന്നു പോകെ അവന്റെ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ആരോ ഒരാൾ വന്ന് മരത്തിൽ ട്രാപ്പ് ആയിരിക്കുവാണ്. സോ അത് ആരാണെന്ന് നോക്കിയാൽ കോഡിന്റെ കൈയായ ബക്കാണ്. ആക്ച്വലി നമ്മുടെ കോഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരേ ഒരാളായിരുന്നു ഈ ബക്ക്. പക്ഷെ ഇവിടെ വന്നിപ്പോൾ ഇവന് ഒരു മരമായി മാറിയിരിക്കുകയാണ്. സോ അങ്ങനെ ഇതിനു ശേഷം കോഡിനെ കാണിക്കുകയും നമ്മുടെ കോഡ് വന്നാണെങ്കിൽ ടെൻറ്റെയിൽസിനെ അടച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തെ അങ്ങനെ എത്തി നോക്കുവാണ്. സോ അപ്പോഴാണ് നമുക്ക് അവിടെ മനസ്സിലാകുന്നത് ഇവിടെ നമ്മുടെ ബ്രൂട്ടോയുടെ ബക്കൽ എങ്ങനെയാണ് ഒരു ചെറിയ ടോഡ് ഉള്ളത്, അതുപോലെ തന്നെ കോഡിന്റെ ഡ്രസ്സിന്റെ ഉള്ളിലും ഒരു ചെറിയ ടോഡ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ ടോഡ് വന്നാണ് നമ്മുടെ ബ്രൂട്ടോയുടെ കൂടെയുള്ള ടോഡിന് ഇൻഫോർമേഷൻ നൽകുന്നത്. സോ ഇവിടെ വന്ന് ഈ കോഡിന്റെ ബക്കലുള്ള ഈ ചെറിയ ടോഡാണെങ്കിൽ അങ്ങനെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എത്തി നോക്കേ അവിടെ ടെൻറ്റെയിൽസിനെയാണ് കാണുന്നത്. ഇവിടെ ടെൻറ്റെയിൽസിനെ വന്ന് ആക്ച്വലി നമ്മൾ കണ്ട ടെൻറ്റെയിൽസിനെ പോലെ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ഇത് വളരെയധികം ഡിഫറന്റ് ആയിരുന്നു. സോ ഇങ്ങനെ ഇവിടെ ടെൻറ്റെയിൽസിനെ കണ്ട് നമ്മുടെ ഈ ചെറിയ ടോഡ് ബ്രൂട്ടോയുടെ ബക്കലുള്ള ആ ടോഡിന് ഇൻഫോർമേഷൻ നൽകുകയും ആ ടോഡ് നമ്മുടെ ബ്രൂട്ടോയ്ക്ക് ടെൻറ്റെയിൽസിനെ കണ്ടു എന്ന് പറയുകയും അതിന് നമ്മുടെ ബ്രൂട്ടോ ഗുഡ് എന്ന് പറയുന്നതിലൂടെയാണ് ഈ തേർഡ് ചാപ്റ്റർ എൻഡ് ആവുന്നത്. സോ അപ്പോൾ എല്ലാവർക്കും ഈ തേർഡ് ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തേർഡ് ചാപ്റ്റർ ഇഷ്ടമായ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് വരുവാനും നിങ്ങളെ പോലെ തന്നെ ആനിമേ ആൻഡ് മാംഗ എല്ലാം ഇഷ്ടപ്പെടുന്ന ചങ്കുകൾക്ക് ഷെയറും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ സൂപ്പർ.